എല്ലാവർക്കും നമസ്കാരം. എന്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം അഴയിൽ നിന്ന് ഷോക്കടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന് മൂലകാരണമായിട്ട്, ഈ വിഷയം എടുക്കാൻ മൂലകാരണമായിട്ടുള്ളത് ഇന്നലെ കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. പാലക്കാട് ഒരു അപകടം നടന്ന് അഴയിൽ നിന്ന് ഷോക്കടിച്ച് ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. അപ്പൊ അഴയിൽ നിന്ന് ഷോക്കടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം നമുക്ക് ഒരു ലക്ഷ്യമില്ലാത്ത തരത്തിലായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ വിവിധ സാഹചര്യങ്ങളെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഒരു വാർത്ത. അയയിൽ നിന്നും വസ്ത്രങ്ങൾ എടുക്കുന്നതിനിടെ വയോധിക ഷോക്കേറ്റ് മരിച്ചു. 61 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു. അവര് ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുക്കുന്ന സമയത്താണ് ഷോക്കടിച്ചത്. അപ്പൊ KSEB ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം അനുസരിച്ച് ആ വീട്ടിനകത്തുള്ള വയറിങ്ങിലാണ് ഇതിന്റെ പ്രശ്നം എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സാഹചര്യം ഞാൻ മാത്രം പറഞ്ഞു. ഇതിനെപ്പറ്റി, ഈ അപകടത്തെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇതേപോലെ സാഹചര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പാലക്കാട് തന്നെ ആലത്തൂരില് 2021 നടന്ന ഒരു അപകടമാണിത്. ഈ അപകടത്തില് ഇദ്ദേഹം ശ്രീ സുരേഷ്, ഇദ്ദേഹം ഒരു വീട് പൊളിച്ചു വെക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഒരു താൽക്കാലിക വയറിംഗ് ഒക്കെ എടുത്ത് ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്ക് അഴ കിട്ടേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഇതിന് ഇദ്ദേഹം ഉപയോഗിച്ചത് അലൂമിനിയം കമ്പിയാണ്. ഈ അലൂമിനിയം കമ്പി ഉപയോഗിച്ച് ഇത് കെട്ടുന്ന സമയത്ത് ആ താൽക്കാലിക വയറിങ്ങില് എവിടെയും തട്ടി ഷോക്കടിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുഭദ്ര വന്ന് അവരും കയറി പിടിച്ചു. അവര് വന്നത് അങ്ങനെയാണെന്ന് നമുക്ക് മീൻസ് അവർക്ക് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഷോക്ക് ഏറ്റതാണെന്നുള്ള അത് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. എനിക്കറിയില്ല കൃത്യമായിട്ട്. സാധാരണ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സുരേഷ് ഈ അഴ കെട്ടുന്നു, ഷോക്കടിക്കുന്നു, ഉടനെ മറ്റവര് പിടിക്കാൻ വരുന്നു. സാധാരണ അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഒരാളിനെ നമ്മള് നമ്മളെ രക്തബന്ധമാവുമ്പോൾ നമ്മളതൊന്നും ഓർക്കില്ല. പെട്ടെന്ന് വന്ന് പിടിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ കിടക്കുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ ഓർക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന പിടിക്കരുത്. അതിനുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ വിവിധ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ അകത്ത് ഈ വിഷയത്തിലൂടെ നമുക്കത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ സാഹചര്യത്തിന് വേണ്ടി ഞാനൊരു ന്യൂസും കൂടെ എടുത്തതാണ്. 2009 ചണ്ഡീഗഡിൽ ഒരു അപകടം നടന്നതാണ്. അപ്പോൾ ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഒരു അഴയില് ഇദ്ദേഹം തുണി കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഷോക്കടിക്കുന്നത്. ഇദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ മീനയും മറ്റൊരു റിലേറ്റീവും വന്നു രക്ഷപ്പെടുത്താൻ നോക്കി. അവർക്കും ഷോക്കടിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരിക്കലും നമ്മൾ അപകടത്തിൽ കിടക്കുന്നവരെ ആദ്യം ചെയ്യേണ്ടത് ആ വയറ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന വയറ് അല്ലെങ്കിൽ സപ്ലൈ എവിടുന്നാ വരുന്ന വെച്ചാൽ അത് ഓഫ് ചെയ്യുകയോ വയറെടുത്ത് മാറ്റുകയോ, കൈകൊണ്ടല്ല എടുത്തു മാറ്റേണ്ടത്. അത് ഉണങ്ങിയ കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഒക്കെ തട്ടി മാറ്റി നമ്മൾ അവയെ ഈ വൈദ്യുതിയിൽ നിന്നും ആദ്യം രക്ഷപ്പെടുത്തണം. അപ്പോൾ അഴയിൽ നിന്ന് ഷോക്കടിക്കാനുള്ള 2-3 സാഹചര്യങ്ങൾ ഞാൻ ഇനി വിശദീകരിക്കുകയാണ്. ഇവിടെ ഒരു അയൺ ബോക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയൺ ബോക്സ് കുത്തി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് കരുതുക. അതിലെ ഈ കട്ടി കൂടിയ ഒരു പിന്നുണ്ട്. അത് എർത്ത് പിന്നാണ്. ആ എർത്ത് പിന്നില് ഏറ്റവും ഉള്ളിലോട്ട് നമ്മൾ എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിൽ അയൺ ബോക്സിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ അയൺ ബോക്സിന്റെ ബോഡിയിൽ ഫേസ് വന്നിട്ടുണ്ട്, അതായത് ലൈൻ ടച്ച് ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ എർത്ത് കമ്പിയിലും ആ സപ്ലൈ വരും. പക്ഷെ ഈ എർത്ത് കമ്പി, ഭൂമിയിലോട്ട് വരുന്ന എർത്ത് കമ്പി മുകളിലൂടെ വന്നിട്ട് ഇവിടെ പൊട്ടിക്കിടക്കുക. അതായത് ഈ എർത്ത് ഇലക്ട്രോഡ് അല്ലെങ്കിൽ എർത്ത്
പൈപ്പിലേക്ക് ഇത് കണക്റ്റഡ് ആയില്ല. കണക്റ്റഡ് ആയി എങ്കിൽ നമ്മുടെ ആ വീട്ടിലെ വയറിങ്ങിൽ ELCB കൊണ്ടെങ്കിൽ ട്രിപ്പ് ആകുകയൊക്കെ ചെയ്തേനെ. പക്ഷെ അങ്ങനെ വന്നില്ല. പക്ഷെ പകരം ഈ കമ്പി പൊട്ടിക്കിടക്കുക. ഈ പൊട്ടിക്കിടക്കുന്ന ഈ കമ്പിയുടെ മുകളിൽ നമ്മളൊരു അഴ കെട്ടിയിട്ടുണ്ടെന്ന് എഴുതുക. അപ്പോൾ ഈ കമ്പി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ അയൺ ബോക്സിൽ നിന്നുള്ള സപ്ലൈ അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന അടുത്ത ഒരു മെറ്റൽ കൊണ്ടുള്ള ലോഹം കൊണ്ടുള്ള ഒരു അഴയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ആ അഴയിൽ അത് തട്ടുന്നു. നമ്മൾ അറിയുന്നില്ലല്ലോ, അറിയാതെ പറ്റുന്നതാണ്. അപ്പോൾ തുണി എടുക്കുക, നനഞ്ഞ തുണിയല്ലേ, എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ എർത്ത് കമ്പിയിലൂടെ ഇങ്ങനെ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അഴയിൽ തട്ടി ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അഴയിൽ തന്നെ വരണമെന്നില്ല. നമ്മുടെ കുട്ടികൾ തൊടുകയോ അല്ലെങ്കിൽ മുറ്റമടിക്കുന്ന ആരെങ്കിലും അവിടെ അധികം അറിയാതെ തൊടുകയോ അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന സാഹചര്യങ്ങൾ പലതും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ അടുത്ത വേറൊരു സാഹചര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു പോസ്റ്റിലൂടെ സപ്ലൈ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് സർവീസ് വയർ എടുക്കുന്നു. ആ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു ട്രസ് വർക്ക് ഉണ്ട്. ഒരു മേൽക്കൂര നമ്മളൊരു GI പൈപ്പോ അല്ലെങ്കിൽ ഒരു MS പൈപ്പോ എന്തെങ്കിലും വെച്ച് ലോഹം കൊണ്ടുള്ള ഒരു മേൽക്കൂരയും കൂടെ ഉണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ വീടിന്റെ മുമ്പിലൊരു പന്തൽ പോലെ നമ്മൾ കെട്ടാറുണ്ട്. അങ്ങനെ കെട്ടിയ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സർവീസ് വയർ പിടിച്ച് ഇതിന്റെ അകത്തൂടെ ചുറ്റിയാണ് മീറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കറുത്ത് കാണിച്ചിരിക്കുന്ന മീറ്ററാണ് മീറ്ററിലേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ എന്തെങ്കിലും തട്ടിമുട്ടിയോ കാറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ചുറ്റിക്കെട്ടിയിരിക്കുന്ന സർവീസ് വയറിൽ ചിലപ്പോൾ അതിന്റെ ഇൻസുലേഷൻ ഡാമേജ് വരാം. ഡാമേജ് വന്ന് ഈ മേൽക്കൂര മെറ്റലാണല്ലോ, ലോഹമാണല്ലോ, അത് മൊത്തം സപ്ലൈ ആകാം. അപ്പോൾ അവിടെ ഒരു അഴ കെട്ടിയിട്ടുണ്ട്. ഈ അഴയിൽ തുണിയിടുന്ന ആൾക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യാം. നമ്മൾ അറിയുന്നില്ല, അറിയാതെ പറ്റുന്നതല്ലേ അത്. അപ്പോൾ ഈ പോസ്റ്റിൽ നിന്നും ഞാൻ ഒരു പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് സപ്ലൈ വരുന്ന വഴിയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് സപ്ലൈ കയറുന്ന രീതിയാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ട്. അതായത് നമ്മുടെ ഡ്രസ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരറ്റത്ത് സർവീസ് വയർ വരുന്നു. അല്ലെങ്കിൽ ഈ സർവീസ് വയർ തന്നെ ആകണമെന്നില്ല. അവിടെ ആ ഡ്രസ് വർക്കിന്റെ അകത്ത് ചിലപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് തന്നെ ഒരു വയറിംഗ് കൊണ്ടുവന്നിരിക്കും. ഞാൻ വേറൊരു പടം കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും ഈ സാഹചര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ആദ്യം പാലക്കാട് രണ്ടാമതൊരു ആക്സിഡന്റ് പറഞ്ഞല്ലോ. ഒരു അലൂമിനിയം കമ്പി താൽക്കാലിക വയറിംഗ് ഒക്കെ ഉള്ള ഒരു വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു അലൂമിനിയം കമ്പി ഇങ്ങനെ വലിച്ചു കെട്ടുന്ന സമയത്താണ് പുള്ളിക്ക് ഷോക്ക് അടിക്കുന്നത്. ഈ കമ്പികളുടെ ഒരു പ്രോബ്ലം ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ അതിന്റെ സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്. അപ്പൊ സ്പ്രിംഗ് ആക്ഷൻ കൊണ്ട് നമ്മുടെ ഇത് തെറിച്ചുപോയി മുകളിലുള്ള KSEB ലൈനിൽ തട്ടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു താൽക്കാലിക വയറിംഗിൽ തട്ടി അതിന് ഇൻസുലേഷൻ പോവുകയോ അതുവഴി അപകടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്പ്രിംഗ് ആക്ഷൻ വഴി അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ താൽക്കാലിക വയറിംഗ് നേരത്തെ പറഞ്ഞിരുന്നു. താൽക്കാലിക വയറിംഗിൽ ഒരു ജോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ അതിന് സമീപത്തിൽ അഴയുണ്ടെങ്കിൽ അഴയെ തട്ടി അങ്ങനെയും സംഭവിക്കാം. ഇനി സ്റ്റേ വയറിലൂടെ വളരെ ശ്രദ്ധേയമായ ഒരു കേസാണത്. ആ തരത്തിൽ അപകടം നടന്നിട്ടുമുണ്ട്. ഈ സ്റ്റേ വയറിലോ അല്ലെങ്കിൽ KSEBയുടെ പോസ്റ്റിലോ അഴ കിട്ടും. അഴയുടെ ഒരറ്റം കിട്ടും. അഴയെന്ന് പറഞ്ഞാൽ അത് ലോഹം കൊണ്ടുള്ള ഒരു കമ്പിയാണ്. ഇരുമ്പ് കമ്പിയോ അലൂമിനിയം കമ്പിയോ അല്ലെങ്കിൽ വല്ല കേബിൾ TVയുടെ വയറോ എന്തെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അഴ കെട്ടാറുണ്ട്. അങ്ങനെ അഴ കെട്ടുന്ന സമയത്ത് ഈ അഴ ഇങ്ങനെ എടുക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റേ വയർ കുറച്ച് അനങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് സ്റ്റേ വയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് കൊണ്ട് എന്തെങ്കിലും സ്റ്റേ വയറിൽ സപ്ലൈ വരുന്ന സാഹചര്യം ആലോചിക്കാം. ആ സ്റ്റേ വയറിൽ സപ്ലൈ വരികയും ആ സ്റ്റേ വയറിലൂടെ നമുക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യാം. അങ്ങനെ സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒന്ന് ലോഹം കൊണ്ടുള്ള അഴ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കരുത്. അതായത് മെറ്റൽ കൊണ്ടുള്ള യാതൊന്നും അഴയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത്. കാരണം അപകടം എവിടെയാണ് പതിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത് ഈ പറഞ്ഞ സ്റ്റേ വയറിലോ പോസ്റ്റിലോ ഒന്നും നമ്മൾ ഇതൊന്നും കെട്ടുന്ന സാഹചര്യത്തിൽ പോകരുത്. പറഞ്ഞല്ലോ, അപകടം ഏത് വഴിക്ക് വരുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. ഇവിടെ ഒരു അഴ കെട്ടിയിരിക്കുന്നുണ്ടല്ലോ ഈ ആദ്യത്തെ പടത്തില്. ഈ അഴ കെട്ടിയിരിക്കുന്ന ഈ മെറ്റൽ, ഇവിടെ ഒരു മെറ്റലിന്റെ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിലാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അതിന്റെ ഇപ്പുറത്തെ സൈഡില് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മെറ്റൽ കൊണ്ടുള്ള അഴയുവാണെങ്കിൽ എവിടെയൊക്കെ അപകടം ഉണ്ടെന്ന് ആലോചിക്കുക. ഈ അഴയിലൂടെ തന്നെ ആകണമെന്നില്ല. ഈ മെറ്റൽ ഗ്രില്ല് വഴിയും മെറ്റൽ ഗ്രില്ലിന്റെ അപ്പുറത്തെ സൈഡിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്ക് വരെ അപകടം ഉണ്ടാകാം. അപ്പൊ സുരക്ഷിതമായിട്ട് നമ്മൾ അഴ കെട്ടുക, അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് പടങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പടത്തിൽ ശ്രദ്ധിച്ചു നോക്കിയും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ടെമ്പററി ആയിട്ട് കിട്ടിയ ഒരു ഷെഡാണ്. ടെമ്പററി മീൻസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം മെറ്റൽ പൈപ്പുകളും മെറ്റൽ ട്യൂബുകളും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഈ ഇടത് സൈഡിൽ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടാവും. ആ മെറ്റൽ കൊണ്ടുള്ള ഒരു പൈപ്പ് എം എസ് പൈപ്പിന്റെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുക ഒരു സ്വിച്ച് ബോർഡ് പ്ലഗും ഇതുമായിട്ട് വെച്ചിരിക്കുക. അതിന്റെ ഉള്ളിലൂടെ വയറിങ്ങും പോകുന്നുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന സമയത്തൊന്നും പ്രശ്നമൊന്നും കാണത്തില്ല. മുകളിൽ കണ്ടില്ലേ ഒരു ട്യൂബ് ലൈറ്റ് കണ്ടില്ലേ? ഇത് ചെയ്യുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല. വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വന്ന് ഈ മെറ്റലിന്റെ അകത്ത് ഇത് തട്ടി എവിടെയെങ്കിലും ഒരു അട കിട്ടിയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചോണം. ഉള്ളിലെ ഏറ്റവും നല്ല വയറുകൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് വയർ ഉപയോഗിക്കരുത്. എല്ലാം നല്ല പൈപ്പിലൂടെ ഇട്ട് നല്ല കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമയവും കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്കായിരിക്കും അപകടം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരരുത്. അത് അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും KSEB ആയിട്ട് ഇറക്കിയ ഒരു പോസ്റ്ററാണിത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, വസ്ത്രങ്ങൾ ഉണക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും വൈദ്യുതി പോസ്റ്റുകളിൽ കയറോ വയറോ ഉപയോഗിച്ച് കെട്ടരുത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ അപകടത്തെ പറ്റി പറഞ്ഞു, വയറിങ് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. KSEBയുടെ ലൈനിൽ നിന്നൊരു സപ്ലൈ വരികയാണെങ്കിൽ ഈ സാഹചര്യം പറ്റത്തുമില്ല. സ്റ്റേ വയർ വഴി വന്നു കഴിഞ്ഞാൽ അല്ലാതെ നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള വയറിങ്ങിൽ നിന്നും ഇതുപോലൊരു അപകടം വന്ന് ഒരു ഷോക്ക് അടിക്കുന്ന അടയിലൂടെ ഒരു ഷോക്ക് അടിക്കുന്ന സാഹചര്യം വന്നാൽ ആ വീട്ടില് RCCB അല്ലെങ്കിൽ ELCB ഉണ്ടെങ്കിൽ നമുക്ക് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അതായത് നമ്മുടെ ലെഫ്റ്റ് പാർട്ടിലുള്ള ഹൃദയത്തിലൂടെ 30 മില്ലി ആംപിയറിൽ കൂടുതൽ കറണ്ട് പോകുമ്പോഴാണ് മനുഷ്യന് മരണം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം ഈ കാണിച്ചിരിക്കുന്ന ELCB അല്ലെങ്കിൽ RCCB വർക്ക് ചെയ്യും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 30 മില്ലി ആംപിയർ ഉണ്ടല്ലേ. ഇത് ആദ്യം മുകളിൽ കാണിച്ചിരിക്കുന്ന സിംഗിൾ ഫേസ്, താഴെ കാണിച്ചിരിക്കുന്ന 3 ഫേസ്. സിംഗിൾ ഫേസിലുള്ള ഒരു RCCBക്ക് ഏതാണ്ട് ഒരു 1500 രൂപ വരും, മറ്റേത് ഏതാണ്ട് ഒരു 3000 രൂപയുടെ അടുത്ത് വരും. ഏകദേശം വിലയാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ വിലയെന്ന് ആലോചിക്കുക. നമ്മളിത് നിസ്സാരമായിട്ട് ഈ ഒരു പൈസ ഇറക്കി നമ്മുടെ വയറിങ്ങിൽ മസ്റ്റായിട്ടും വെക്കണം. ഇത് ചിലപ്പോൾ നമ്മുടെ വയറിങ്ങിലെ കംപ്ലൈന്റ് കൊണ്ട് ഇത് വർക്ക് ട്രിപ്പായിക്കൊണ്ടിരിക്കും, എപ്പോഴും ട്രിപ്പായിക്കൊണ്ടിരിക്കും. ഉടനെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മൾ കാണിക്കും. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് മാറ്റിയിട്ട് നേരിട്ട് അങ്ങ് സപ്ലൈ കൊടുക്കും. ഒരിക്കലും നമ്മൾ ചെയ്തത് നമ്മളെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംഗതിയാണിത്. പിന്നെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ആ ടെസ്റ്റ് ബട്ടൺ അമർത്തി മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ പിന്നെ ഇത് സ്ഥാപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ വലത് സൈഡിൽ ഇന്റേണൽ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ ഒന്ന്, നിങ്ങൾ അഴ കെട്ടുമ്പോഴേ ലോഹം കൊണ്ടുള്ളത് കമ്പികൾ ആകുന്നത് ഉപയോഗിക്കാതിരിക്കുക. KSEBയുടെ പോസ്റ്റിലോ സ്റ്റേ വയറിലോ ഒന്നും നമ്മൾ ഈ കമ്പികളൊന്നും വലിച്ചു കെട്ടി അല്ലെങ്കിൽ അഴ തന്നെ കെട്ടരുത്. കാരണം മെറ്റൽ കൊണ്ട് ആകണമെന്നില്ല, മെറ്റൽ കൊണ്ടുള്ള അഴ തന്നെ ആകണമെന്നില്ല, കയറ് ആകണമെന്നില്ല. അല്ലാതെ ഒരു കയറ് കെട്ടിയാലും ആ സ്റ്റേ വയർ അല്ലെങ്കിൽ പോസ്റ്റ് ഇങ്ങനെ വലിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ഡാമേജ് വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിന്നെ ആ വയറിങ്ങിൽ കൃത്യമായിട്ട്, നമ്മുടെ വീട്ടിലെ വയറിങ്ങിൽ കൃത്യമായിട്ട് ഈ കാണിച്ചിരിക്കുന്ന RCCB അല്ലെങ്കിൽ ELCB സ്ഥാപിച്ചിരിക്കണം. നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി നിങ്ങൾ എത്തിക്കുക. കൂടുതൽ ആൾക്കാർക്ക് ഈ ബോധവൽക്കരണം ലഭിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് പുതിയ വീഡിയോകൾ വരുമ്പോൾ അറിയുവാൻ വേണ്ടി അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ക്ഷമയോട് ഇത് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി.